ഇന്ന് നമുക്ക് കുറച്ച് നൂൽക്കോൾ നട്ട് കൊടുക്കാം. കുറച്ച് ദിവസം മുന്നേ നമ്മൾ ചൈനീസ് കാബേജും ഇതുപോലെയുള്ള വലിയ തൈകൾ നടുന്നതിൻ്റെയൊക്കെ വീഡിയോ ചെയ്താണ്. ഇത് നമ്മൾ എന്ത് ചെയ്ത് പോക്ക് തൈകളൊക്കെ നടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച ട്രേയിലുള്ള തൈകളാട്ടോ. നമ്മൾ ചട്ടിയിലൊക്കെ നട്ടു കൊടുക്കുന്ന സമയത്ത് ചട്ടിയിൽ നമ്മൾ നിലത്തൊക്കെ നടുമ്പോൾ തവളയുടെ ശല്യം കൊണ്ടൊക്കെ കുറേ വെട്ടിപ്പോവും, അങ്ങനെയൊക്കെ പോകുന്നു, പിന്നെ വാടിപ്പോകുന്ന പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതിന് വേണ്ടി പകരം നട്ടു കൊടുക്കുന്ന തൈകൾ കുറേയൊക്കെ ഇതിന് എടുത്തു. ഒരു ട്രേ അല്ല, 2-3 ട്രേ മാറ്റി വെച്ച് അതിൽ ഒരു ട്രേ നമ്മൾ അനക്കിയിട്ടില്ല. അപ്പോൾ ഇതിൽ കിടന്ന് ഫുള്ള് വലുതായിട്ടുണ്ട്. കാലാവസ്ഥ ഇപ്പോൾ കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചൈനീസ് കാബേജ് നട്ട് ആദ്യം ഒന്ന് കാണിച്ചു തരാം. അത് റെഡിയായി വരുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷ കൊണ്ടാണ് നമ്മൾ നൂൽക്കോളും കൂടെ നട്ട് കൊടുക്കുക. ഇത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ നട്ട ചൈനീസ് കാബേജിൻ്റെ തൈകൾ. കുറച്ച് തൈകളൊക്കെ വാടിപ്പോയി. ഇപ്പോൾ ബാക്കിയുള്ള ഇതിനൊക്കെ നല്ല തൂമ്പ് വരുന്നുണ്ട് കേട്ടോ. അടിയിൽ നിന്ന് പുതിയ ഇലകൾ വരുന്നുണ്ട്. പിടിച്ച് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്കിത് ഇതുപോലെ കറക്റ്റ് പുതിയ ഇലകൾ വരിക. കുറച്ച് വലിയ തൈകളായതുകൊണ്ട് പിന്നെ നല്ല ചൂടല്ലായിരുന്നോ, നല്ല നനച്ചൊക്കെ കൊടുത്ത് ഇത് കണ്ടില്ലേ, ആദ്യത്തെ ഇലകളൊക്കെ വാടിപ്പോയിട്ട് ചെറിയ ഇല വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് വലിയ തൈകൾ നടുമ്പോൾ കുറച്ചുകൂടെ വാട്ടം കൂടും. നമ്മൾ ചെറിയ തൈകൾ വെക്കുമ്പോൾ അത്ര പ്രശ്നം വരില്ല. അങ്ങനെ പോയിട്ട് കുറച്ച് ഹൈയർ ഏരിയയിൽ ഇവിടെയൊക്കെ ഉണ്ടോ, ഈ 4 തൈകളോളം ഇതിൽ പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ നൂൽക്കോൽ ഇട്ടും കൊടുക്കാം. ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് കുറച്ച് ബയോഗ്യാസിൻ്റെ സ്ലറിയൊക്കെ അടിച്ചു കൊടുക്കുകയൊക്കെ വേണം. ആദ്യം നമുക്ക് ഈ തൈകൾ നടട്ടോ. ഇന്നലെ നമുക്ക് കുറച്ച് മഴ കിട്ടിയിട്ടോ, വലിയ മഴയൊന്നുമില്ല, നമ്മളെ പൊടിയൊക്കെ ഒന്ന് അമരാനുള്ള മഴ. അല്ല, കുറച്ചൊക്കെ മണ്ണിന് മുകളിലൊക്കെ ചെറിയ തണുപ്പുണ്ട്, അടിഭാഗത്തൊക്കെ കൊണ്ട് എത്തിയിട്ടില്ല. മഴ ഓരോ ഏരിയയിലെ പെയ്യുന്നത്. ഞങ്ങൾ കുറച്ച് അപ്പുറത്തൊക്കെ നല്ല മഴ ചെയ്തു, നമ്മളിവിടെ ഒന്ന് ചാറിപ്പോയിട്ടുണ്ട്. നമ്മൾ ആദ്യം അത് ആട്ടിൻകാഷ്ടൊക്കെ ഇട്ട് വെച്ചു. അപ്പോൾ ഒന്ന് വളരുന്ന പരിപാടിയൊന്നുമില്ല. അതൊക്കെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ചൈനീസ് കാബേജൊക്കെ നനയ്ക്കുന്ന സമയത്ത് നനവ് തട്ടിയിട്ട് ഒക്കെ ഒന്ന് ഉറച്ചു പോയിട്ടുണ്ട്. വളങ്ങളൊക്കെ ഒന്ന് മണ്ണിലേക്ക് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിടിച്ചു കിട്ടും. ആട്ടിൻകാഷ്ടൊക്കെ ഇങ്ങനെ കുറച്ച് സമയം എടുത്താൽ പിടിക്കുക. നമ്മൾ ആദ്യം ഇട്ട് വെച്ചുകൊണ്ട് എന്തായാലും ഈ കുഴിയിലൊക്കെ അത്യാവശ്യം നല്ല സെറ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് എന്തായാലും ഒരു മാർച്ച് പകുതി ആകുമ്പോഴത്തേക്കും അതുവരെയൊക്കെ തണുപ്പുണ്ടാവും. ഇപ്പോഴും തണുപ്പുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് മഴക്കാറുള്ളതുകൊണ്ട് അറിയില്ല, തണുപ്പ് കുറവാണ്, മഞ്ഞുണ്ട്. അപ്പോൾ തണുപ്പ് പോകുന്നതിന് മുന്നേ ഒരു മാസമൊക്കെ കൊണ്ട് ഇത് വളർന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് വിളവും കാര്യങ്ങളൊക്കെ കിട്ടും. അവിടുന്ന് അങ്ങോട്ട് മാർച്ച് കഴിഞ്ഞാൽ ചൂട് കൂടി കഴിഞ്ഞതൊന്നും സെറ്റ് ആവില്ല. ശരിക്കും ഇതിൻ്റെ ഇപ്പോഴുള്ള ഈ നൂൽക്കോളിൻ്റെ ഇപ്പോഴുള്ള നൂൽക്കോളാണ് നമ്മൾ ചട്ടിയിൽ നിന്ന് വിളവെടുത്തത് കേട്ടോ. ട്രേയിൽ നിന്നിട്ട് തൈകൾ കുറച്ച് അരളിച്ചൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് നോക്ക് വളർന്നത്. ഈ ഒരു പരിവായി കഴിഞ്ഞാൽ നൂൽക്കോളാവും. കുറച്ച് സമയം കഴിഞ്ഞാൽ നൂൽക്കോളായി കിട്ടും. നമുക്ക് എന്താവുന്നൊന്നും അറിയില്ല. എന്നാലും ചൈനീസ് കാബേജ് സെറ്റ് ആയതുകൊണ്ട് ചെറിയ പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്ര വലിയ തയ്യാ നടുന്നത്. നമുക്ക് ഒരു തലക്കൊന്ന് വെച്ച് പോവാം. ഇവിടെ ഒരു CO3 കട ആദ്യമേ ഉള്ളതാ. ഞാനിങ്ങനെ പൊന്തി വരുമ്പോൾ പശുക്കുട്ടികൾക്കൊക്കെ അരിഞ്ഞു കൊടുക്കും. അധികം തണ്ടാകാൻ വെക്കൂല. തണ്ടായി കഴിഞ്ഞാൽ ഇതൊക്കെ ഷെയ്ഡ് വലിയ കുഴി വേണം. ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കട്ടെ. അല്ല, കുഴി കുറച്ച് ആഴത്തിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ചൈനീസ് കാബേജ് നടാനും അങ്ങനത്തെ വലിയ കുഴി തന്നെ എടുത്ത്. തൈ വലുതായി കഴിഞ്ഞാൽ കുഴി വലുതാണോ. പിന്നെ ഈ ട്രേയിൽ നിൽക്കുന്ന ഒരു ഉഷാറൊന്നും ഇനി നമ്മൾ ഇതിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാവില്ല, പെട്ടെന്ന് വാടും. ഇപ്പോഴും ചെറിയ തൈ നടുന്ന പോലെ ആവില്ല. എന്നാലും ഇത് തൈകൾ വെറുതെ കേടായി പോകുന്നതാണ് നമുക്കൊരു സങ്കടം. ചട്ടിയിൽ നട്ടുകൊണ്ട് അതിലൊന്നും പോക്ക് തൈ നടേണ്ടി വന്നില്ല നൂൽക്കോള്. അത് എത്ര ബാക്കി വന്നത്. പുറത്ത് നടുമ്പോൾ, നമ്മൾ ഓപ്പണായിട്ട് നടുമ്പോഴാണ് തവളയുടെ ശല്യം കൂടുതൽ. ഇങ്ങനെ ആകുമ്പോൾ അധികമൊന്നും ചട്ടിയിലാകുമ്പോൾ അങ്ങനെ ഒന്നും വെട്ടിക്കളയൂല. കുറച്ച് ഹൈറ്റിലല്ലേ, അപ്പോൾ തവളകൾക്കൊന്നും അങ്ങനെ കിട്ടൂല. പിന്നെ വാട്ടരോഗമാണ്. വാട്ടരോഗം പ്രശ്നം, നല്ല ക്ലൈമറ്റ് കിട്ടിയോണ്ട് വാട്ടരോഗം കുറവുണ്ട്. വാട്ടരോഗം വന്നിട്ടാണ് ക്യാബേജ് കുറേ നമ്മൾ മാറ്റിയിട്ട്. പക്ഷെ നൂൽക്കോളിനും ചൈനീസ് കാബേജിനും വാട്ടരോഗം ഒന്നും അങ്ങനെ വന്നിട്ടില്ല. ഒന്നിനി വേര് പിടിച്ച് സെറ്റാണ്. ഇപ്പോൾ ഒരു ലെവലിൽ നിൽക്കൂല, ചെരിവൊക്കെ ഉണ്ടാവും. പക്ഷെ അത്രയും വലിപ്പം വെച്ചു പോയി തൈകൾ. നമ്മൾ നട്ടിട്ടേ ഞാൻ അന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് മണ്ണ് അരിക്കേറ്റില്ല ഈ വലുപ്പമാകുമ്പോഴാണ്. സൈഡിൽ 2 സൈഡിൽ നിന്നും മണ്ണ് വെച്ച് കൊടുക്കണം. അപ്പോൾ ആ വലുപ്പം, ആ പണി കുറഞ്ഞു കിട്ടിയിട്ട് അത് ലാഭമായി. ലാഭം എന്ന് പറയാനില്ല, ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇനി നമുക്ക് ഇത് കുറച്ചുകൂടെ പൊന്തി കഴിയുമ്പോൾ മണ്ണിടാൻ പറ്റില്ല. ഈ ചൈനീസ് കാബേജ് നമുക്ക് പെട്ടെന്ന് ഇട്ട് കൊടുക്കണം. അതൊന്ന് സെറ്റ് എന്നിട്ട് ഇട്ട് കൊടുക്കാന്ന് വെച്ചിട്ടാണ്. മണ്ണ് ഏതൊക്കെ പിടിച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊന്തുന്നതിന് മുന്നേ ഇനി വേഗം ഇട്ട് കൊടുക്കണം.
അപ്പം എന്തായാലും കമൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്ര വലിയ തൈകളൊക്കെ നടലും മണ്ടത്തരല്ലേ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. നമ്മളെന്ത് ചെയ്യുക, ഒന്നും വേസ്റ്റ് ആക്കും വേണ്ട. പിന്നെ കാലാവസ്ഥ കഴിഞ്ഞിട്ടില്ലല്ലോ, തണുപ്പ് കഴിഞ്ഞാൽ നമ്മൾ റിസ്ക് എടുക്കൂല കേട്ടോ. ഇതിപ്പം ചെറുതായി തണുപ്പുണ്ട്, ശരിക്കും കുമ്പായി മകരത്തിലോട് തണുപ്പ് ഏകദേശം കുറഞ്ഞു വരും. എന്നാലും ഇപ്പോഴത്തെ കാലാവസ്ഥേനൊന്നും നമുക്ക് എന്താ ചെയ്യുക, ഉറപ്പിക്കാൻ പറ്റില്ല. ചിലപ്പോൾ തണുപ്പ് കിട്ടുന്നുണ്ട്. ആദ്യം നല്ല തണുപ്പൊക്കെ വന്ന് നമ്മുടെ പച്ചക്കറിയൊക്കെ നല്ല സെറ്റായി ഒരു ജനുവരി ആയപ്പോൾ തണുപ്പ് കുറയുക ചെയ്ത്. ഡിസംബറിൽ മാത്രം നമുക്ക് കുറച്ച് തണുപ്പ് കിട്ടി. പിന്നെ ഫെബ്രുവരിയിൽ തുടക്കത്തിൽ കുറച്ച് തണുപ്പ് വീണ്ടും വന്നു. ഇപ്പോൾ 2 ദിവസം മുന്നൊക്കെ തണുപ്പ് ഉണ്ടായിരുന്നു. ഇനി മഴക്കാർ വന്നപ്പോൾ തണുപ്പ് പോയത്. പിന്നെ ഇതൊക്കെ ഇനി ഇപ്രാവശ്യം നടുന്നത് ലാസ്റ്റാണ്. ഇനി അടുത്ത നവംബർ മാസത്തിലാണ് നമ്മൾ ഇതൊക്കെ ഇനി കൃഷി ചെയ്യുള്ളൂ. അതിൽ ക്യാബേജ് നമ്മൾ ഓൾ സീസൺ ക്യാബേജ് ചെയ്യുന്നതുകൊണ്ട് അത് നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷുവിൻ്റെ മുന്നായിട്ടൊക്കെ കുറച്ചുകൂടെ ചെയ്യും. തൈകളെ കൊണ്ട് വളഞ്ഞു പോയിട്ടുണ്ട്. അധികം വൈകിട്ടൊക്കെയാണ് നട്ടു കൊടുക്കുക. പക്ഷെ നമ്മൾ രാവിലെ തന്നെ നടുന്നത് മഴക്കാറുള്ളതുകൊണ്ട് വെയിലില്ല. ഇത് നമ്മൾ നട്ടിട്ട് വേഗം നനച്ചും കൂടെ കൊടുക്കുക. എന്ത് ചെയ്യുക, വേഗം ഇതൊക്കെ ഒന്ന് നട്ട് തീർക്കട്ടെ. അപ്പം നമ്മൾ നട്ട് കഴിഞ്ഞു. ഏകദേശം ഒരു 100 തൈൻ്റെ അടുത്ത് നമ്മൾ നട്ട്. വലിയ തൈകൾ നട്ടാൽ ഇതാ പ്രശ്നമാണില്ല, വെയിലൊന്നും അധികമില്ല. പെട്ടെന്ന് ഇവിടെ ഒരു കുഴി വിട്ടുപോയിണ്ടല്ലോ. ഇത് 2 തൈകൾ ഞാൻ ഉള്ളതിൽ നല്ല നോക്കി നട്ടതാ. കുഴിയൊന്നും ശരിക്ക് ഇനി ആഴം വേണം, അല്ല വേര് പിടിച്ചാലേ ഇതൊന്ന് നീർ നിൽക്കുള്ളൂ. അങ്ങോട്ടും ഒക്കെ ചെരിഞ്ഞ്. അത് നോക്കണ്ട, പരീക്ഷണങ്ങളാണ്. ചിലത് വിജയിക്കും, ചിലത് പരാജയപ്പെടും. നമുക്ക് നോക്കാം സെറ്റ് ആകുമെന്നൊക്കെ. പിന്നെ ഇതാ ഇതിലേ ഇവിടെ 2 കുഴി ഇവിടെ ഒഴിവായല്ലോ. ഇത് കുറച്ച് ക്യാബേജിൻ്റെ ഉണ്ട്, അത് നട്ടു നോക്കാം അല്ലേ. ക്യാബേജ് ഇതേമാതിരി പോക്ക് തൈ വെച്ചിട്ടുണ്ട്. ആ ഗ്യാപ്പിൽ നമുക്ക് ആ തൈ നട്ട് കൊടുക്കാം. ചൈനീസ് ക്യാബേജിൻ്റെ ഇടയ്ക്ക് ഇതവിടെ ഇവിടെ 4 തൈയുണ്ട്. ഇതാണ്ടോ ചിലത് നോക്ക് ഉണങ്ങി പോയിട്ടും ചെറിയ തൂമ്പ് വരുന്നുണ്ട്. ചൈനീസ് ക്യാബേജ് അങ്ങനെ ഗുണമുണ്ട് കേട്ടോ, ചെറിയൊരു പിടുത്തം കിട്ടിയാൽ കയറി വന്നോളൂ. ഇതവിടെ ഉണ്ടോ, ചെറിയ തൂമ്പ് വരുന്നുണ്ട്. നമുക്ക് വേഗം ഇതിനൊന്ന് സ്ലറി അടിച്ചു കൊടുക്കണം. ഇത് സ്ലറി അടിച്ചാൽ ഇനി വളർച്ച പെട്ടെന്ന് ഇരിക്കും. നമ്മളെന്തായാലും ഒരു 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ കാണിച്ചു തരാം, അത് പെട്ടെന്ന് തെളിയുന്നേ. അപ്പോൾ സ്ലറി മോട്ടർ ഓൺ ആക്കട്ടെ കേട്ടോ. നോക്കാം, ഇതുപോലെ സ്ലറി വരമ്പിലൂടെ ഇങ്ങനെ വിട്ടാൽ കറക്റ്റ് ചാലിലേക്ക് പോട്ടോ. കുറച്ച് ടൈറ്റ് ഉണ്ട് സ്ലറി, ഇതിന് കുറച്ച് ലൂസ് ആവുന്നുണ്ട്. അതുകൊണ്ട് അധികം പിടിച്ചു കൊടുക്കുന്നില്ല, വേഗം ഇങ്ങനെ ചാലിലൂടെ ഇങ്ങനെ പോയാൽ മതി. ഇപ്പൊ കറക്റ്റ് ഓരോന്നിന്റെ ചോട്ടിൽ ഇങ്ങനെ കിട്ടും. ഇപ്പൊ ലൂസായി വരുന്നുണ്ട്. ചെറിയ തൈകളായതുകൊണ്ടാട്ടോ നമ്മൾ കുറച്ചുകൂടെ തൈകൾ നല്ല വലുപ്പം വെക്കുമ്പോൾ നേരെ ചോട്ടിൽ പിടിച്ചു കൊടുക്കും. ഇതിങ്ങനെ വരമ്പിൽ ഇട്ട് കൊടുത്താൽ കറക്റ്റ് ഉണ്ട്, ഓരോ കുഴിയിലും ചെറിയ അങ്ങനെ വരും. ഇതുകൊണ്ട് കിട്ടിക്കഴിയുമ്പോൾ ഈ പെട്ടെന്നേക്കും വളർച്ച. ഇപ്പൊ നമ്മൾ സ്ലറി അടിച്ചു കഴിഞ്ഞു. പിന്നെ സ്ലറി കുറച്ച് കുറുങ്ങനായതുകൊണ്ട് ഇത് നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ ഇങ്ങനെ ഇതാ ചാണകം ഇങ്ങനെ നിൽക്കും. അതിൽ കുറവാണ് എന്നാലും ചെറുതായിട്ട് നിൽക്കും. അപ്പൊ അത് പെട്ടെന്ന് മണ്ണിൽ സെറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വേഗം നനയ്ക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ തൈകൾക്കും നനവ് നല്ലതാ. ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ നീർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ കുറച്ചു നേരം നമ്മൾ എന്ത് ചെയ്യുക, സ്പ്രിംഗ്ലർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇതവിടെ കണ്ടില്ലേ, സ്ലറി കുറുങ്ങനായി കഴിഞ്ഞാൽ ഇതുപോലെ വരും. അപ്പൊ അത് നനഞ്ഞുകൊണ്ടേ നിൽക്കുകയാണെങ്കിൽ മണ്ണിൽ കറക്റ്റ് പിടിക്കും. നമ്മൾ നനയ്ക്കാതെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇതിങ്ങനെ കോട്ടിംഗ് ആയിട്ട് വരും. ഇത് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാൻ നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സ്പ്രിംഗ്ലർ ഇട്ട് കൊടുത്തത്. എന്തായാലും നമുക്ക് സ്പ്രിംഗ്ലർ ഇടണം. ഈ തൈകൾക്ക് പറ്റ വാടിക്കഴിഞ്ഞാൽ കയറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊന്ന് നീർന്ന് നിൽക്കാനൊക്കെ ആയിട്ട് നനവും വേണം. നല്ല സുഖമുണ്ട് ഇതിനടിയിൽ നിൽക്കാൻ. അപ്പം ഇങ്ങനെയാണ് കേട്ടോ പച്ചക്കറികൾ നമുക്ക് എപ്പോഴും വിളവ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ നട്ടുകൊടുക്കലൊക്കെ നിർത്തിയെന്ന്. വേറെ ഒന്നുമല്ല, കാപ്പിപറിയും തിരക്കൊക്കെ ആയതുകൊണ്ടാണ്. ഇപ്പം ഏകദേശം എല്ലാം കഴിഞ്ഞ് ഇനി ഞങ്ങളെ പരിപാടി ഇവിടുന്ന് അങ്ങോട്ട് ഓരോ ഇനങ്ങൾ അതായത് ഇതനുസരിച്ച് നമ്മൾ അധികം കൂടുതൽ ചെയ്യുക പച്ചമുളക്, വഴുതന, തക്കാളി അങ്ങനത്തെ ഒക്കെ കൃഷികളാണ്.
ശീതകാല പച്ചക്കറി തൈകൾ ഇനി ഇതോടുകൂടി നമ്മൾ നിർത്തും. അത് നമ്മൾ ക്യാബേജ് മാത്രമേ ഇനി ചെയ്യുള്ളൂ. ഇനി പയറ്, ബീൻസ് അതൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ഞങ്ങൾ ഫുൾ ടൈം ഇതുപോലെ ഓരോ ദിവസം നമ്മളെ പരിപാടി പുതിയ പുതിയ പച്ചക്കറികൾ ഇങ്ങനെ നട്ടു കൊടുക്കുക. വിളവെടുപ്പ് തീരാനായിട്ട് നമുക്ക് ഇനി ഇത് ക്യാബേജ് ഉണ്ട്, തീരാനല്ല ലാസ്റ്റായിട്ട് ക്യാബേജും പിന്നെ അതുപോലെ തന്നെ കോവല്, പച്ചമുളക് ഇപ്പോൾ നമ്മൾ ആയതുണ്ട്. നമ്മൾ നാളത്തെ വീഡിയോ പച്ചമുളകിൻ്റെ ചെയ്യാൻ വിചാരിച്ചു. പച്ചമുളക് കളയൊക്കെ കയറി ഒന്ന് റെഡിയാക്കി കൊണ്ടുവരിക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പച്ചക്കറികൾ കുറച്ചുണ്ട്, ഇപ്പോൾ ഐറ്റംസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പുതിയ നട്ടു കൊടുക്കുന്നതനുസരിച്ച് നമുക്കൊരു മാർച്ച് കഴിയുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ പച്ചക്കറികൾ വീണ്ടും ആവും. അതിൻ്റെ ഇടയ്ക്ക് ചീര നമുക്ക് ഇനിയിപ്പോൾ നോമ്പൊക്കെയാണ് വരുന്നത്. എപ്പോൾ വന്നാലും ചീര ഞങ്ങൾ 365 ദിവസം ചീര കൊടുക്കുക എന്നുള്ളൊരു കൃഷിയാണ് ഞങ്ങൾ ചീര ചെയ്യുന്നത്. ചീര അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ ടൈം കൊടുക്കാനുണ്ടാവും.